സഹോദരി സഹോദരന്മാരെ, നിറഞ്ഞ സന്തോഷത്തോടെയും അതിൽ പരം ആഹ്ലാദത്തോടെയും സ്കൂളുകളിലേക്ക് എത്തിച്ചേരുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദ്യമായും സ്വാഗതം ചെയ്യട്ടെ. ജീവിതത്തിൽ ആദ്യമായി സ്കൂളുകളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് സ്വാഭാവികമായും സന്തോഷമുണ്ടാകുമ്പോൾ തന്നെ കൂടെ തന്നെ ആശങ്കയും ആകാംക്ഷയുമെല്ലാം ഉണ്ടാകാം. അതൊക്കെ മാറ്റിയെടുക്കാനും കൗതുകത്തിൻ്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാ സ്കൂളിലും കൂട്ടായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പുതിയ അധ്യയന വർഷത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയുമാണ് പ്രകൃതി നൽകിയിട്ടുള്ളത്. പതിവ് പോലെ ഉത്സവഛായയിലാണ് വിദ്യാലയ വർഷത്തിന് നാം ഇക്കുറിയും ആരംഭം കുറിക്കുന്നത്. പ്രവേശനോത്സവം, ആ പേര് അക്ഷരാർത്ഥത്തിൽ ഉത്സവഛായയായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്നത്. ഇവിടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം യൂണിഫോമുണ്ട്. കുട്ടികൾ എത്തിച്ചേരുന്ന ക്ലാസ് മുറികൾ കൂടുതൽ നല്ല മികവിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കും അധ്യാപകർക്കും ഉത്സവസമാനമായ സന്തോഷം ഇതെല്ലാം പ്രദാനം ചെയ്യുകയാണ്. എന്നാൽ അതിനപ്പുറം ചിലതുകൂടിയാണ് സ്കൂളുകളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് നാം കാണുന്നത്. അതിൻ്റെ ഭാഗമായി പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടാവുക, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. ലോകത്തിൻ്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ്. പുതിയ കാര്യം
അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. അറിവാർജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിൻ്റെ ആനന്ദമാണ് ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ ചുവടുവെക്കുന്നത്. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങാമോ? അതുപോരാ എന്നതാണ് വസ്തുത.